ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ മറ്റൊരു ഫാദേഴ്സ് ഡേയും കൂടെ വന്നിരിക്കുന്നു. അമ്മ എന്ന് പറയുമ്പോൾ സ്നേഹമാണ്, കരുതലാണ് അല്ലേ? അച്ഛനെന്ന് പറയുമ്പം ചിലപ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിൽ ഒരു പാറയാണ്, മുരടനാണ്, സ്നേഹിക്കാൻ അറിയത്തില്ല, സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. ഇങ്ങനെ നീണ്ട ഒരു പരാതി ഒരുപക്ഷെ നമ്മളിൽ പലർക്കും കാണും. അച്ഛൻ നമ്മൾക്ക് വേണ്ടി എത്ര രാത്രികൾ ഉറങ്ങാതിരുന്നു. സ്വന്തം ആരോഗ്യം, സമയം, മറ്റ് സ്വന്തം ജീവിതം തന്നെ മറന്ന് നമ്മളാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട നാളുകൾ നമ്മൾ ഓർക്കാറുണ്ടോ? നമ്മളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ നമ്മുടെ അച്ഛൻ്റെ മനസ്സിലാണ് ഉരുവായത്. പിന്നീട് നമ്മുടെ ഓരോ വളർച്ചയിലും, നമ്മുടെ ശാരീരിക, മാനസിക, എഡ്യൂക്കേഷണൽ, ഫൈനാൻഷ്യൽ എല്ലാ രീതിയിലുള്ള വളർച്ചയിലും നമ്മുടെ അച്ഛന്മാർ നമ്മൾക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടു. ചിലപ്പോൾ അവർക്ക് നമ്മളോടൊപ്പം നല്ല ഒരുപക്ഷെ അവരുടെ പ്രസൻസ്, അവരുടെ കരുതൽ നമ്മൾക്കത് കാണാൻ സാധിക്കാത്ത അവസരങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ അവർ ഓവർ ടൈമും ഹാർഡ് വർക്കും ചെയ്താലേ ഉള്ളൂ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ അവർ നമ്മളിൽ നിന്നും വളരെയധികം അകലെയായിരിക്കും. അവർ മറ്റ് പല രാജ്യങ്ങളിലോ ദേശങ്ങളിലോ ജോലി ചെയ്യുന്നവരായിരിക്കാം. ആ സമയത്തും അവരുടെ മനസ്സിൽ നമ്മളാണ്. അവർ കഷ്ടപ്പെടുന്നതും സമ്പാദിക്കുന്നതും നമ്മൾക്ക് വേണ്ടിയാണ്. ഒരുപക്ഷെ അവർക്ക് നമ്മളുടെ കാര്യങ്ങൾ, കുട്ടികളായ നമ്മളുടെ കാര്യങ്ങൾ മാത്രമല്ലായിരിക്കാം, കുടുംബത്തിലെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കേണ്ടിയവരായിരിക്കാം. ആ സമയത്തൊക്കെ ഈ പ്രതികൂല സാഹചര്യങ്ങളും ജോലിയുടെ സമ്മർദ്ദവും കുടുംബത്തിൻ്റെ ഭാരങ്ങളും കൊണ്ട് അവരെ ഒരു മുരടനായിട്ട് ഒരുപക്ഷെ സമൂഹം ഒരു മുരടൻ ആക്കിയിരിക്കാം. ഈ സമയത്ത് അവരുടെ തലയിൽ അവരുടെ ഫോക്കസ് നമ്മൾക്ക് വേണ്ട ആഹാരം, ഭക്ഷണം, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിത്തരാം, എൻ്റെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം, അവർക്ക് എങ്ങനെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കാം, ഈ വക ചിന്തയിൽ അവരൊരുപക്ഷെ അവരുടെ സ്നേഹം നമ്മളുടെ അടുക്കൽ പ്രകടിപ്പിക്കാൻ മറന്നു പോയിരിക്കാം. അതൊരിക്കലും അവരുടെ തെറ്റല്ല, അവർക്ക് അത് കഴിയാതെ പോയത് കൊണ്ടാണ്. അതെ, എനിക്ക് എൻ്റെ ഫാദറിനെ പറ്റി പറയുവാണെങ്കിൽ ചെറുപ്പകാലത്തിൽ വളരെ നല്ല ഓർമ്മകൾ, സൈക്കിളിൽ കൂടി കൊണ്ടുപോകുന്നതും കഥ പറയുന്നതും ഒക്കെ ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ലോകവിവരം, ആ പത്രം വായിക്കാൻ പഠിപ്പിച്ചതും വായിച്ചിട്ട് അതിലുള്ള വാർത്തകൾ ഞങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ എന്നെ എപ്പോഴും നീ ഒരു പെണ്ണാണ് എന്ന രീതിയിൽ ഒരിക്കലും താഴ്ത്തി കെട്ടിയിട്ടില്ല. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പഠിക്കണം, അതിനുവേണ്ടിയുള്ള സപ്പോർട്ട്, നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നല്ല അടിയും തരുമായിരുന്നു. അതുപോലെ തന്നെ എപ്പോഴും പറയും, പെണ്ണുങ്ങൾ വീട്ടിൽ അടുക്കളയിൽ ഒതുങ്ങിക്കൂടാനുള്ളവരല്ല, അവർ പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കണം. അതുപോലെ ആണുങ്ങളെപ്പോലെ തന്നെ പെണ്ണുങ്ങൾക്കും അവകാശങ്ങളുണ്ട്, കഴിവുകളുണ്ട്, അത് പ്രയോജനപ്പെടുത്തണം. ഈക്വാലിറ്റി, റെസ്പെക്റ്റ്, ഇതൊക്കെ സ്ത്രീകൾക്കും ആവശ്യമാണ്. അത് നേടിയെടുക്കണം. അതുപോലെ തന്നെ അത് കൊടുക്കാനും പഠിക്കണം. ഇതൊക്കെ എൻ്റെ ഫാദറാണ് എന്നെ പഠിപ്പിച്ചത്. അന്ന് ചെറുപ്പകാലത്തൊക്കെ എൻ്റെ സമയങ്ങളിലൊക്കെ ഫാദറിൻ്റെ ഒപ്പം കയറിയിരിക്കുക, അതായത് ഇരിക്കുന്ന കസേരയുടെ അടുത്ത് തന്നെ ഒരു കസേര ഇട്ടിരിക്കുക, അല്ലെങ്കിൽ ബെഡേലൊക്കെ ഇരിക്കുമ്പോൾ അവിടെ ഒപ്പം കയറിയിരിക്കുക, അതൊക്കെ വലിയൊരു പാപമായിട്ട് എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ പറയുമ്പോൾ, അപ്പോൾ എൻ്റെ ഫാദർ പറയുമായിരുന്നു, അത് കുഴപ്പമില്ല, അവൾ അവിടെ ഇരുന്നോട്ടെ. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും പല പേരുദോഷങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ അതിനെല്ലാം ഒപ്പം കൂടെ നിന്നത് എൻ്റെ മോളാണ്, അവൾ തെറ്റ് ചെയ്യത്തില്ല, അവളിൽ എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. അതെ,
ആ വിശ്വാസമാണ് പിന്നീടുള്ള ജീവിതത്തിലും പല തെറ്റുകളൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങളും തെറ്റിപ്പോകേണ്ട സാഹചര്യങ്ങളും ഉണ്ടായപ്പോഴെല്ലാം അങ്ങോട്ടൊന്നും തെന്നി മാറാതെ അതിലൊന്നും വീഴാതെ ധൈര്യമായിട്ട് നോ പറയേണ്ടടുത്ത് നോ പറയാനും കോൺഫിഡൻ്റായിട്ട് നിൽക്കാനും എന്നെ പഠിപ്പിച്ചത് അതെ ആ ചെറുപ്പത്തിൽ തന്ന ആ കോൺഫിഡൻസും ഈക്വാലിറ്റി. അങ്ങനെ നോ പറയേണ്ടടുത്ത് നോ പറയാനും ജീവിതത്തിൽ സ്ട്രോങ് ആയിട്ട് സ്റ്റബേണായിട്ടും തൻ്റെ ഇടത്തോടെ മുമ്പോട്ട് പോകാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഫാദറാണ്. പിന്നെ ജീവിതത്തിൻ്റെ പല സമയങ്ങളിലും എനിക്കും തോന്നിയിട്ടുണ്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. ഇപ്പം ചുറ്റുമുള്ള ഫാമിലിയിലുള്ള മറ്റു ഫാദേഴ്സിനെയും കൂട്ടുകാരുടെ ഫാദേഴ്സിനെയൊക്കെ നോക്കുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, സ്നേഹം പ്രകടിപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെ എൻ്റെ ഫാദർ ചെയ്യുന്നില്ലല്ലോ എന്നോർത്ത് ചെറിയ വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാനൊക്കെ വളരുന്ന സാഹചര്യത്തിൽ അത് അത്രയ്ക്ക് കോമൺ അല്ല, പക്ഷെ എന്നാലും ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ ഓർമ്മയിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു സ്വീറ്റ് മെമ്മറി എൻ്റെ ഫാദറിനെ പറ്റിയുള്ള എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേഴ്സിംഗ് പഠിച്ച് കോഴ്സൊക്കെ കഴിഞ്ഞ് ബോണ്ട് ചെയ്യുന്ന സമയത്ത് വീട്ടിലൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പറയാതെ ഞാൻ അവധിയെടുത്ത് വീട്ടിൽ വന്നപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ഫാദർ നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ ചെന്ന് അച്ചാച്ചേ എന്ന് വിളിച്ച ഉടനെ തന്നെ എന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു. അത് എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എന്നോട് പറയുമായിരുന്നു, ഞാനിപ്പോൾ നിന്നെ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുമായിരുന്നു, നീ ഇങ്ങനെ വരുന്നത് എനിക്ക് നിന്നെ കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നോർത്ത്. അതെ, ശരിയാണ്. ഓരോ അച്ഛന്മാരോട് പറയുന്നത് ഞങ്ങളുടെ ഓർമ്മകളിലെ ചെറിയ നിധികളാണിതൊക്കെ, നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പ്രസൻസും. പക്ഷേ ഇത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത അച്ഛന്മാരെ ഒരിക്കലും കുറ്റം പറയരുത്. അവർക്കൊരു പക്ഷേ അവരുടെ ജീവിതത്തിൽ ഇതൊന്നും കിട്ടിയിട്ടില്ലായിരിക്കും, അവർക്കറിയത്തില്ലായിരിക്കും ഇതൊക്കെ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന്. പക്ഷേ എന്നാലും ഇപ്പോഴും സമയം ഒരിക്കലും വൈകിയിട്ടില്ല. ഇപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് ഇതൊക്കെ തുടങ്ങാം. കാരണം എനിക്ക് പറയാൻ പറ്റും, എൻ്റെ ഫാദർ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതോ ഉമ്മ വെക്കുന്നതോ അങ്ങനെ ഒരു പ്രാക്ടീസ് ഞങ്ങളുടെ വീട്ടിലില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ ചക്കര ഉമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് ചക്കര ഉമ്മ തിരിച്ചു തരാറുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ ആ മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുവാണ്, ഞാൻ പറയാതെ ഇങ്ങോട്ട് എനിക്ക് ചക്കര ഉമ്മ തരുന്ന ഒരു നിമിഷത്തിനായിട്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഫാദേഴ്സ് പ്രായമായി ചിലപ്പോൾ ഓർമ്മ നഷ്ടപ്പെട്ടായിരിക്കാം, ചിലപ്പോൾ മറ്റു പല ഫിസിക്കൽ മെൻ്റൽ പ്രോബ്ലംസ് കാണുമായിരിക്കാം. അവർക്ക് അവരുടെ സ്നേഹവും അവരുടെ ഫീലിങ്സും എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടെന്ന് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരിക്കാം. നിങ്ങൾക്കറിയാമല്ലോ 7ഉം 70ഉം ഒരുപോലെയാണെന്ന്. അപ്പോൾ 70 വയസ്സായ ഒരാൾ ഒരു 7 വയസ്സുകാരനെ പോലെ പെരുമാറുന്ന ആ രീതിയിലായിരിക്കാം. ചിലപ്പോൾ അവർ തിരിച്ച് കൊച്ചു കുട്ടികളെ പോലെയായിരിക്കാം അവിടെ ഇവിടെയും തുപ്പുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ അവർക്കൊരു ഡയപ്പറിൻ്റെ ആവശ്യമുണ്ടായിരിക്കാം. ഇങ്ങനെ അതവരുടെ ഓർമ്മക്കുറവ് കൊണ്ടും അവരുടെ ശാരീരിക അസ്വസ്ഥത കൊണ്ടും മറ്റു പല കാരണങ്ങളും കൊണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് വേണ്ടി എത്ര രാത്രികൾ, നിങ്ങളുടെ എത്ര മൂത്രത്തിലും മലത്തിലും കുളിച്ച് അവർ കിടന്നിട്ടുണ്ട്, അവരതിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും നീ എൻ്റെ മേത്ത് മൂത്രമൊഴിച്ചു, ഇങ്ങനെ സംഭവിച്ചു, മലം എൻ്റെ ശരീരത്ത് പറ്റി എന്ന് പറഞ്ഞ് നിങ്ങളുടെ പിതാവ് എന്തെങ്കിലും നിങ്ങളെ അടിച്ചിട്ടുണ്ടോ, നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾ കാണിച്ച ഓരോ കുസൃതികളും അവർ എൻജോയ് ചെയ്യുമല്ലായിരുന്നു. ജീവിതത്തിൻ്റെ പല സമയത്തും നിങ്ങൾ പല തെറ്റുകളും ചെയ്തായിരിക്കും, വലുതും ചെറുതുമായ തെറ്റുകൾ. അതെല്ലാം നിങ്ങളോട് ക്ഷമിച്ച് നിങ്ങളുടെ കൂടെ നിന്ന് ഡിസിപ്ലിൻ ചെയ്യേണ്ട സമയത്ത് ഡിസിപ്ലിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും അതെല്ലാം സ്നേഹത്തോടെയല്ലായിരുന്നു, ഒറ്റപ്പെടുത്തലോടുകൂടി അല്ലായിരുന്നു, ഒപ്പം നിന്നായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്,
ഈ സമയത്ത്, ഈ ഫാദേഴ്സ് ഡേയുടെ സമയത്ത് നിങ്ങളുടെ ഫാദർ എവിടെയായിരുന്നാലും അവരെ ആദരിക്കുക. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ടൈം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പരിശ്രമിക്കുക. അഥവാ നിങ്ങൾക്ക് നേരിട്ട് പറ്റത്തില്ലെങ്കിൽ ഫോൺ വിളിക്കുക, സംസാരിക്കുക, ഫ്ലവേഴ്സോ ചോക്ലേറ്റോ ഒക്കെ സെൻഡ് ചെയ്യുക. അതെ, ഓർമ്മക്കുറവുണ്ടായിരിക്കാം നിങ്ങളുടെ ഫാദറിന്. നിങ്ങളെ ചിലപ്പം തിരിച്ചറിയുന്നില്ലായിരിക്കും. നിങ്ങളോട് സംസാരിക്കാൻ ചിലപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ലായിരിക്കും. കാരണം അവർക്ക് ഒരുപക്ഷെ അങ്ങനെ സംസാരിച്ച് ശീലമില്ലായിരിക്കും. അഥവാ അവരുടെ ഓർമ്മക്കുറവ് കൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്കറിയാം അത് നിങ്ങളുടെ ഫാദറാണെന്ന്. അപ്പോൾ നിങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുൻകൈ എടുക്കേണ്ടത്. അവരെ മനസ്സിലാക്കാനും അവരോടൊപ്പം നിൽക്കാനും അവരെ ആദരിക്കാനും. അതെ, ഒരു ഫാദർ ഓൾഡായി, ഓർമ്മക്കുറവുണ്ട്, ശരീരാസ്വസ്ഥതകളുണ്ട് എന്ന് വിചാരിച്ചാലും ഒരിക്കലും അവരെ കൈവിട്ട് കളയരുത്. അവർ നഷ്ടപ്പെടുമ്പോൾ അവരുടെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാൾ ഒരിക്കലും ഉണ്ടാകില്ല. അപ്പോൾ ഈ സമയത്ത് എല്ലാവർക്കും, എല്ലാ ഫാദേഴ്സിനും, ഫാദറിനും ഗ്രാൻഡ് ഫാദറിനും സ്റ്റെപ്പ് ഫാദറിനും അഡോപ്റ്റഡ് ഫാദറിനും ഗോഡ് ഫാദറിനും ഫാദേഴ്സ് ഫിഗറിലുള്ള എല്ലാവർക്കും ഒരു ഹാപ്പി ഫാദേഴ്സ് ഡേ. വിഷിങ് യു ഓൾ. താങ്ക് യു. നമ്മൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ എപ്പോഴും നമ്മുടെ അടുക്കൽ വേണമെന്നും അവരെ നമ്മൾ തന്നെ ടേക്ക് കെയർ ചെയ്യണമെന്നും ആഗ്രഹം ഇല്ലാത്തവരായിട്ട് വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. പക്ഷേ അവരുടെ മെഡിക്കൽ കണ്ടീഷൻ അത് നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതുപോലെ തന്നെ മക്കളും കൊച്ചുമക്കളും അടുത്തുള്ളത് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അവരുടെ ജീവിത സാഹചര്യം അവർക്ക് മാതാപിതാക്കളോടൊപ്പം ചെലവിടാൻ പറ്റാതെ വിദേശത്തായിരിക്കുമ്പോൾ വളരെ ആഗ്രഹിച്ച് നമ്മളിൽ പലരും മാതാപിതാക്കളെ വിദേശത്തോട്ട് കൊണ്ടുവരും. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വളരെ പ്രയാസമാണ്. അവർക്ക് ആൾക്കാരോട് മിണ്ടിയും പറഞ്ഞും വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നടന്ന് ആ ഒരു സാഹചര്യത്തിൽ വന്നവർ വിദേശത്ത് വന്ന് വീടിനകത്ത് തന്നെ അടച്ചിട്ടിരിക്കുന്നത് അവർക്ക് ശ്വാസം മുട്ടലാണ്. അപ്പോൾ വിദേശത്ത് ജോലിയുള്ള മക്കൾക്ക് നാട്ടിലോട്ട് വന്ന് മാതാപിതാക്കളെ നോക്കാൻ പറ്റാത്ത സാഹചര്യം, കാരണം അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് വീട്ടിൽ വന്നാൽ ബാക്കി മറ്റു കാര്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ വിദേശത്തെ ജോലി ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. മാതാപിതാക്കൾക്ക് വിദേശത്തോട്ട് വരാനും പറ്റത്തില്ല, മക്കൾക്ക് നാട്ടിലോട്ട് വരാനും പറ്റത്തില്ല. അപ്പോൾ എന്താണ് ഒരു സൊല്യൂഷൻ? നമ്മുടെ പ്രിയപ്പെട്ടവർ എന്നും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ കണ്ട നല്ലൊരു സ്ഥലമാണ് റോസ മിസ്റ്റിക്ക കെയർ ഹോം. ഇതിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ ഇത് 2 ബ്രാഞ്ചുണ്ട്. ഒന്ന് തെള്ളകത്ത് ഏറ്റുമാനൂർ ജംഗ്ഷൻ ആ വഴി 101 കവല. അവിടുത്തെ ആ ഹൗസിനെ പറ്റി പറയുമ്പം അതൊരു ചെറിയ വീടാണ്. ആ വീട്ടിൽ അതായത് 40 പേഷ്യൻറ്റിനെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീടാണ്. അതായത് വീട് ഇങ്ങനെ മുറികൾ ആടടോട് അങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു വീടാണത്. അപ്പം എൻ്റെ പേരൻസിനെ അവിടെ കൊണ്ട് വിട്ടപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ മോൻ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്ന പുതിയ വീടാണെന്ന്. എൻ്റെ അമ്മച്ചിക്ക് ഇച്ചിരി ഡിമെൻഷ്യ ഉണ്ടായിരുന്നു, ഓർമ്മക്കുറവുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇത് എൻ്റെ മോൻ എനിക്ക് വാങ്ങി തന്ന പുതിയ വീടാണെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ കാരണം ഞങ്ങൾ ഇവിടെ പ്രിഫർ ചെയ്യാനുള്ള മെയിൻ കാരണമെന്ന് വെച്ചാൽ ഇവിടെയുള്ള സ്റ്റാഫ്, അതായത് 40 പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അവിടെ 47 സ്റ്റാഫ് ഉണ്ടെന്നാണ്. 20 പേരും നേഴ്സസാണ്. നേഴ്സസ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ പഠിച്ചു വിദേശത്ത് ജോലി ചെയ്തും നാട്ടിലും വിദേശത്തും ജോലി ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേഴ്സസാണിത്. അതുപോലെ തന്നെ അതായത് റോസ മിസ്റ്റിക്ക കെയർ ഹോം ഇവർക്ക് ഇവിടെ 101 കവലയിലുമുണ്ട്, തെള്ളകത്തുമുണ്ട്, അതുപോലെ തന്നെ കോട്ടയത്തുമുണ്ട്. അപ്പം ഇവിടെ എല്ലായിടത്തും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേഴ്സസാണ്. പിന്നെ ഇത് നടത്തുന്നത് തന്നെ മിസ്റ്റർ ഫ്രാൻസിസ് ജോർജും ലൂസി ഫ്രാൻസിസ്, ഇവർ 2 നേഴ്സസാണ്. അതുപോലെ തന്നെ ഇവർക്ക് കെയർ ടേക്കേഴ്സ് ഉണ്ട്, പിന്നെ ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ഉണ്ട്, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ട്. ഇവർ പേഷ്യൻസിൻ്റെ ഹോളിസ്റ്റിക് അപ്രോച്ച് കെയർ ആണ്. അതായത് അവരുടെ ഫിസിക്കൽ നീഡും, അതായത് ഇവരുടെ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് എല്ലാവർക്കും അവരെ അന്തേവാസികൾ എന്നാണ് പറയുന്നത്. പേഷ്യൻസ് എന്ന് പറയുന്നതിലും കൂടുതൽ അവർക്ക് സമയത്ത് ഭക്ഷണം, സമയത്ത് മെഡിസിൻ, സമയത്ത് വേണ്ട വെള്ളം കൊടുക്കുക, അതുപോലെ തന്നെ സമയത്ത് എല്ലാവിധ ചെക്കപ്പും ചെയ്യുക. അതായത് വൈറ്റൽ സയൻസ് ഒക്കെ എടുക്കും, ടൈം ടു ടൈം ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അഥവാ അതിലെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അവരുടനെ തന്നെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യും. അതുപോലെ നേഴ്സസ് ആയതുകൊണ്ട് എന്തെങ്കിലും അവരുടെ ഫിസിക്കൽ കണ്ടീഷനിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അവർക്കത് പെട്ടെന്ന് പിക്ക് ചെയ്ത് ഡോക്ടേഴ്സിനെ നോട്ടിഫൈ ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള സൗകര്യമുണ്ട്. അപ്പം അവിടെ
നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം വളരെ അത്യാധുനികമായ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കാണാൻ പറ്റും. അതായത് ഞാൻ അതുവഴിയൊക്കെ നടന്നപ്പോൾ അവിടെ സക്ഷൻ മെഷീൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ ഹോസ്പിറ്റൽ സെറ്റപ്പ് പോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. പക്ഷേ അതൊരു വീടായിട്ടാണ്. അതായത് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഓടി നടക്കുന്ന പേഷ്യൻസും ഉണ്ട്. നിങ്ങൾ ഓർക്കല്ല, ഇവിടെ എല്ലാവരും ഓൾഡാണ്, കൺഫ്യൂസ്ഡ് ആണ്, അങ്ങനെയല്ല. അവിടെ യങ്ങായിട്ടുള്ളവരും, അതായത് ചെറിയ ചെറിയ സർജറികളൊക്കെ വന്നിട്ട് ഷോർട്ട് ടൈമിന് വരുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈവൻ ലേറ്റ് 50s വീട്ടിൽ ഒറ്റപ്പെട്ടു പോയവർ, അവർക്ക് മിണ്ടാനും പറയാനും ആരുമില്ല, അങ്ങനെയായിട്ട് വന്നവരുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളവരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിമെൻഷ്യ അങ്ങനെയുള്ളവരും, അവർക്കും ടോട്ടൽ കെയർ കൊടുക്കേണ്ട പേഷ്യൻസിനും വേണ്ട സൗകര്യമുണ്ട്. ഓടി നടക്കുന്നവർക്ക് വേണ്ട സൗകര്യവും അവിടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഇവരിപ്പം കോട്ടയത്തും പുതിയ ഒരു കെയർ ഹോം തുടങ്ങിയിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ 50 പേഷ്യൻസിനോട് തന്നെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന, ഞാൻ പേഷ്യൻസ് എന്ന് പറഞ്ഞു, 50 അന്തേവാസികളെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അവിടെ ഇതുപോലെ തന്നെ 45ഓളം സ്റ്റാഫുമാരുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ PT, OT, ഫിസിക്കൽ തെറാപ്പിസ്റ്റും ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റും അങ്ങനെ എല്ലാവരുമുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ 3 ഷിഫ്റ്റിലായിട്ടാണ് ജോലി ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ അമ്മച്ചിക്ക് ഡിമെൻഷ്യ ഉണ്ടായിരുന്നപ്പം നമ്മൾ ജോലിക്കാരെ വെച്ച് നോക്കി, ഹോം നേഴ്സിനെ വെച്ച് നോക്കി. അപ്പം വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മച്ചിയുടെ ഓർമ്മക്കുറവും ഈ 24/7 അങ്ങനെ ഹോം നേഴ്സ് വീട്ടിൽ നിൽക്കുമ്പം അവർ തന്നെ ഫെഡപ്പാകും. കാരണം ഡിമെൻഷ്യ ഉള്ള ഒരാൾ, നിങ്ങൾക്കറിയാമല്ലോ, പിന്നെയും സെയിം കാര്യങ്ങൾ പറയും, ചിലപ്പോൾ കാണാത്ത കാര്യങ്ങൾ കാണും, അതേപറ്റി ആർഗ്യുമെൻറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടെ നിൽക്കുന്ന ആൾക്ക് അത് ഭയങ്കര പ്രയാസമാണ്. അപ്പം ചില സമയങ്ങളിലൊക്കെ നിങ്ങൾ സാധനങ്ങൾ എടുത്തു, അവരൊരു കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അതൊന്നും കേട്ട് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് നമ്മളിങ്ങനെ ഒരു സ്ഥലത്തോട്ട് വിട്ടത് തന്നെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ 3 ഷിഫ്റ്റിലും നേഴ്സസ് ഉള്ളത് കൊണ്ട്, അതായത് ആരും ഔട്ട് ആകുന്നില്ല, റൊട്ടേഷൻ വരുന്നുണ്ട്. അപ്പം നേഴ്സുമാർക്കും അങ്ങനെ ഒരു പ്രയാസം തോന്നാറില്ല. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ എത്ര ഭംഗിയായിട്ടാണ്. ഞാൻ ഇതിനു വേണ്ടി ഈ വീഡിയോ എന്ന് ചോദിച്ച് വാങ്ങിച്ചൊരു വീഡിയോ അല്ലിത്. അച്ചാച്ചയ്ക്ക് ഞാനിതുപോലെ ഫ്ലവറും കേക്കും അയച്ചു കൊടുത്തു. അപ്പോൾ അതൊന്ന് അച്ചാച്ച എൻജോയ് ചെയ്യുന്നത് എനിക്കൊന്ന് അയച്ചു തരണമെന്ന് പറഞ്ഞപ്പം അവർ അയച്ചു തന്നാണിത്. അപ്പം നോക്കി എത്ര നല്ല കാര്യമായിട്ടാണ് അവർ സ്വന്തം ഫാദറിനെ പോലെ തന്നെയാണ് അവർ നോക്കുന്നത്. അതുപോലെ തന്നെ ഫോൺ വിളിക്കുമ്പോഴാണെങ്കിലും അവർ വളരെ വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നതും സംസാരിക്കുന്നതും. അതുപോലെ തന്നെ ഇതിൻ്റെ ഓണർ എന്ന് പറയുന്ന മിസ്റ്റർ ഫ്രാൻസിസ് ജോർജിനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. കാരണം ദേ ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഡു ബെറ്റർ ആൻഡ് ബെറ്റർ. സോ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ട്, സജഷൻസ് ഉണ്ട്, ഇതെല്ലാം 2 കൈയോടെയും സ്വീകരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ എൻ്റെ പേരൻസിനെ അവിടെ വിട്ടതിൽ, അതെ അടുക്ക വേണം, അടുക്കയില്ല എന്നൊരു വിഷമമുണ്ടെങ്കിലും ഈ അകലത്തിരിക്കുമ്പോൾ എൻ്റെ പേരൻസ് അവിടെ സേഫ് ആയിരുന്നു, ആ ഒരു വിശ്വാസം അതെനിക്കുണ്ട്.